ഹോഞ്ചും ഹോയെങ്ങും കൂടി ഇപ്പോൾ സ്കൂളിന് മുമ്പിലൊക്കെ നിൽക്കുകയാണ്. എനിക്ക് ഒരിക്കലും നിന്നെ വിട്ടുപിരിയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീയും എന്റെ ഒപ്പം യുഎസിലേക്ക് വരണമെന്നൊക്കെ ആയിരുന്നു ഹോയെങ്ങിന് ഹോഞ്ചുന്റെ അടുത്ത് പറയുവാനായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളാകട്ടെ അവൾക്ക് ഇവിടെ ഉള്ളതൊക്കെ വിട്ടു വരുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ആകെ വിഷമിച്ചൊക്കെ നിൽക്കുന്നു. ആദ്യമായിട്ട് അവർ കണ്ടുമുട്ടിയ സമയത്ത് അവളും അവന്റെ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ബുക്ക് ഇപ്പോൾ അവൻ തിരികെ അവളുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ബുക്കായിരുന്നു നേരത്തെ അവൾ ഉപേക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു ബുക്കൊക്കെ അവൻ കണ്ടെത്തി അവൾക്ക് നൽകുമ്പോഴത്തേക്കും അതിനകത്ത് അവൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ലൈനൊക്കെ അവളും വായിക്കുകയാണ്. അതിലാകട്ടെ ഫസ്റ്റ് ലവ് ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന രീതിക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു വാക്ക് കാണുമ്പോഴത്തേക്കും അവളുടെയും കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നു. നമ്മൾ ഒന്നിച്ചുള്ള ഒരുപാട് മെമ്മറീസ് ഒക്കെ ഈ ഒരു ബുക്കിലുമുണ്ട്. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് നിനക്ക് ഈ ബുക്കൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് തോന്നിയതെന്നായിരുന്നു ഹോയെങ്ങും അവളോട് ചോദിച്ചത്. നിലവിൽ യുഎസിലേക്ക് ഹോഞ്ചു വരുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഹോയെങ് ആകട്ടെ ഇപ്പോൾ ഞാൻ പോയതിനു ശേഷം നിനക്ക് വേണ്ടി മടങ്ങിയെത്തുന്നതായിരിക്കുമെന്നൊക്കെ അവളോടും പറയുന്നു. പണ്ടവർ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കടയിലും അവർ കേറുന്നൊക്കെ ഉണ്ട്. ഇവിടെയുള്ള സ്ത്രീ ആകട്ടെ ഇവർ ഡേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാതെ പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹുയിങ്ങിന്റെ ഒപ്പമൊക്കെ ഇരുന്ന് അവൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീയും ഇവർ ഡേറ്റ് ചെയ്യുകയാണെന്നൊക്കെ വിശ്വസിക്കുകയാണ്. പിന്നീട് അവർ ഒന്നിച്ച് ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കുകയും ഫോട്ടോസ് ഒക്കെ എടുക്കുകയും അതുപോലെ തന്നെ ഹോഞ്ചു ചെയ്തിട്ടുണ്ടായിരുന്ന ആനിമേഷൻ വീഡിയോ ഒക്കെ കാണുകയും ചെയ്യുകയാണ്. ഒടുവില് ഹോഞ്ചു ഉറങ്ങിപ്പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവനും വെയിറ്റ് ചെയ്ത് ഹോഞ്ചുന്റെ പേരൊക്കെ വരുന്നോടം വരെ കാത്തിരുന്നിട്ട് പിന്നീടാണ് ഉറങ്ങുന്നത്. അവൻ യുഎസിലേക്കൊക്കെ പോകുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നീ എന്താണ് ചെയ്യുക? അവൻ എന്നാണ് തിരിച്ചു വരിക എന്ന് പോലും അറിയുകയില്ല. ഒരു കാര്യം ചെയ്യുക, നീ യുഎസിലേക്ക് പോ. അതാകുമ്പോഴത്തേക്കും നിങ്ങളുടെ കാര്യം കൂടുതൽ എളുപ്പമാവുകയില്ലേ എന്നൊക്കെ ഹൈജി ചോദിക്കുന്നുണ്ട്. അതേസമയം അവൾ യുഎസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഹൈജിക്ക് കറങ്ങുവാൻ പോകുവാൻ ആരാണ് പിന്നെ കൂട്ടുള്ളത്? അതുപോലെ തന്നെ സംഗ്ബിലിന്റെ കടയിൽ ഹെൽപ്പ് ചെയ്യുവാനായിട്ടും ആരാണുള്ളത്? ഇതൊക്കെ പോട്ടെ, അവളുടെ ഓഫീസിൽ അവൾ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക? അതുകൊണ്ട് തന്നെ എന്തായാലും പോകുവാനായിട്ട് താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യമൊക്കെ ഹോഞ്ചുവും പറയുന്നു. ഇതുപോലെ പെട്ടെന്ന് പോകുവാനായിട്ടായിരുന്നെങ്കിൽ അവൻ എന്തിനായിരുന്നു വന്നത്? നീ എന്തിനായിരുന്നു അവളെ സ്നേഹിച്ചതെന്നൊക്കെ ചോദിച്ച് ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ് ഹൈച്ചിയും. എങ്കിൽ പോലും ഹോഞ്ചു വളരെയധികം ഹാപ്പിയാണ്. അങ്ങനെയിരിക്കെ നമുക്ക് മൊത്തത്തിലൊന്ന് എൻജോയ് ഒക്കെ ചെയ്താലോ എന്ന് ഹൈച്ചിയും അവളുടെ അടുത്ത് ചോദിക്കുന്നു. എന്തായാലും ഹോഞ്ചുവിന്റെയും കൂടി ഇഷ്ടപ്രകാരം ഇപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ഹൈജിയും ക്യുങ്ടെക്കും സങ്പിലും ഹോയിങ്ങും എത്തിയിട്ടൊക്കെയുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് ഹോഞ്ചു എത്തിയിട്ടില്ല. ഹോഞ്ചു ആകട്ടെ വളരെയധികം വർക്കിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹോഞ്ചു വരാത്തതിനെ കുറിച്ചൊക്കെ സങ്പില് സംസാരിക്കുമ്പോഴത്തേക്കും ഹൈജി ആകട്ടെ ഇപ്പോൾ അവൾക്ക് ബോയ് ഫ്രണ്ട് പോലും ഇല്ലാതിരിക്കുകയാണ്. വർക്ക് മാത്രമാണ് അവൾക്കുള്ളത്. അങ്ങനെ ഇരിക്കെ അവൾ കൂടുതൽ വർക്ക് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്തൊക്കെ ആയിരുന്നു സംസാരിക്കുന്നതും. അവരാകട്ടെ അങ്കിളിനെയും കൂടി പാർട്ടിക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്കിൾ എത്തുകയില്ല എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അങ്കിളും ആരെങ്കിലും ഡേറ്റ് വല്ലതും ചെയ്യുവാൻ പോയതാണോ എന്നൊക്കെ ഹൈജയും സംശയിക്കുകയാണ്. എന്തായാലും ഹൈജയുടെ സംശയം ശരി തന്നെ ആയിരുന്നു. ഇപ്പോഴാകട്ടെ അങ്കിൾ ബോസിന്റെ ഒപ്പമൊക്കെയാണ് ഉള്ളത്. മാത്രമല്ല അവരും ഡേറ്റ് ചെയ്ത സമയത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അതിന്റെ പേരിൽ ചെറിയ വഴക്കൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഹൈജയുടെ ഫസ്റ്റ് ലവ് ഹുയങ് ആയിരുന്നു. ഹുയങ്ങിന്റെ ഫസ്റ്റ് ലവ് ഹോഞ്ചു ആണ്. ഹോഞ്ചുന്റെ ഫസ്റ്റ് ലവ് ജുൻഹോ ആയിരുന്നു. അങ്ങനെയിരിക്കെ നിന്റെ ഫസ്റ്റ് ലവ് ആരായിരുന്നു എന്നൊക്കെ സാങ്പിലിന്റെ അടുത്തും ഹൈജി ചോദിക്കുകയാണ്. പക്ഷെ സാങ്പിലും അതിന് മറുപടി പറയുവാനായിട്ട് മടിച്ചൊക്കെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സാങ്പിൽ ആകട്ടെ കഴിഞ്ഞത് എന്റെ ഫസ്റ്റ് ലവ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. മറിച്ച് ഇനി ഞാൻ ആരെയാണോ സ്നേഹിക്കുവാനായിട്ട് പോകുന്നത് അതാണ് എന്റെ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഹൈജിക്കും ആ ഒരു തിയറിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ലവ് ഇനി മുതൽ ക്യുങ്ടേക്ക് ആണെന്ന് ഹൈജിയും അതുപോലെ തന്നെ എന്റെ ഫസ്റ്റ് ലവ് ഹൈജി ആണെന്ന് ക്യുങ്ടേക്കും പറയുന്നു. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഹോയെങ്ങിനും ഒരു മെസ്സേജ് ഒക്കെ വരുന്നത്. ഹോഞ്ചുന് വർക്കൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ന് വരുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു അവളും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. ഹോയെങ്ങും അവളെ കോളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും വർക്കിന്റെ തിരക്കൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഫോൺ എടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ ക്യുങ്ടേക്കും ഹോയിങ്ങിന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെയാണ്. ഹൈജി നിനക്ക് വേണ്ടി കത്തുകളൊക്കെ എഴുതിയതിനു ശേഷം ഹോഞ്ചിന്റെ കയ്യിലല്ലേ കത്തുകളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ഒന്നിക്കുവാനുള്ള ഒരു കാരണക്കാരി ഹൈജി ആണെങ്കിൽ
പ്രസന്റിൽ നിങ്ങൾ ഒന്നിക്കുവാനുള്ള കാരണക്കാരൻ ഞാനാണ്. ഞാനായിരുന്നു ഹോൻജുവിനെ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുവാനായിട്ടൊരു കാരണക്കാരനായിട്ടുണ്ടായിരുന്നുവെന്നുമൊക്കെ ഇപ്പോൾ ക്യുങ്ടേക്കും പറയുന്നു. ഹോയെങ്ങിനും ഇപ്പോൾ തിരിച്ചു പോകാറൊക്കെ ആയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും വർക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹോൻജു വരാതെയൊക്കെ ഇരിക്കുകയാണ്. സാങ്പിലിനും അങ്കിളിനും അവൻ പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിൽ പോലും അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുമെന്നൊരു പ്രതീക്ഷയിലൊക്കെയാണ് അവരും അവനെ പറഞ്ഞൊക്കെ അയക്കുന്നത്. അടുത്തതായിട്ട് ജുൻഹോനെ കാണിക്കുകയാണ്. ജുൻഹോ ഒരു റൈറ്റർ ഒക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ സ്കൂളിൽ എത്തിയതിനു ശേഷം കുട്ടികൾക്ക് എഴുത്തിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുകയായിരുന്നു ജുൻഹോ. ഇനി അച്ഛന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോയിങ് എത്തിയതിനു ശേഷം അച്ഛനെ ഒന്ന് കാണുവാൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അച്ഛന് ഹോയിങ്ങിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ കുട്ടികളെയൊക്കെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അവർ ആ സ്നേഹമൊന്നും തിരിച്ചു തരാറില്ല. എങ്കിൽ പോലും എനിക്ക് എന്റെ മരുമോനുണ്ടല്ലോ, ഞാൻ ഇവനെ വേണ്ടുവോളം സ്നേഹിക്കും, അവനും ആ സ്നേഹമൊക്കെ എനിക്ക് തിരിച്ചു തന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ക്യുങ്ടെക്കിനെ പ്രശംസിക്കുകയാണ്. ഇനി കുട്ടികളും ജുൻഹോയുടെ അടുത്ത് അടുത്തതായിട്ട് ഏത് കഥയാണ് എഴുതുവാനായിട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടീനെ ജീവന തുല്യം ഒരാൾ സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയാകട്ടെ അവനെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഇരിക്കെ ആ ഒരു സ്റ്റോറിയൊക്കെയാണ് താൻ അടുത്തതായിട്ട് എഴുതുവാനായിട്ട് പോകുന്നതെന്നാണ് ജുൻഹോ പറയുന്നത്. കുട്ടികളും ഇത് നിങ്ങളുടെ ലൈഫിൽ ശരിക്കും നടന്നിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവനും അതിന് മറുപടിയൊക്കെ പറയാതെ ചുമ്മാ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കുകയാണ്. എന്തായാലും ചുൻഹോന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് ഹൈജിയും ഇരിക്കുന്നു. അടുത്തതായിട്ട് ഹുയെങ്ങിനെ കാണിക്കുമ്പോഴത്തേക്കും അവനും ആകെ വിഷമിച്ച് എയർപോർട്ടിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അവിടേക്ക് വളരെയധികം അപ്രതീക്ഷിതമായിട്ട് തന്നെ നമ്മുടെ ഹോഞ്ചു എത്തുന്നത്. ഒടുവിലായിട്ട് ഇവിടെ നിൽക്കണ്ട, മറിച്ച് ഹോയങ്ങിന്റെ കൂടെ പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ അവളും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവനും അവളെ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും അവളാകട്ടെ ഇത്തവണ ഞാൻ നിന്നെ രക്ഷിക്കുവാനായിട്ടാണ് എത്തിയതെന്നൊക്കെ പറയുന്നു. എന്തായാലും അത് കേൾക്കുന്ന അവനും അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഡയലോഗ് കൂടി കാണിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ എത്ര എത്ര യാദൃശികമായിട്ടുള്ള കണ്ടുമുട്ടലുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ മറ്റൊരു സംഭവം കൂടി കാണിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു സീൻ ആയിരുന്നെങ്കിൽ പോലും ഇപ്പുറത്തുള്ളത് ഹുയിങ് ആയിരുന്നു എന്ന് ഇപ്പോഴും മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഹോൻചുവും നഴ്സിംഗ് റൂമിലൊക്കെ എത്തിയതിനു ശേഷം കുറച്ച് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത് കിടന്നിട്ടുണ്ടായിരുന്ന ഹോയിങ് ആയിരുന്നു അവൾക്ക് വേണ്ടി വെള്ളമൊക്കെ എടുത്തു കൊടുത്തത്. ഇനി മറ്റൊരു സീനൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഹോയിങ്ങും ടീമും കിട്ടിയ പ്രൈസിന്റെ ഒക്കെ ഫോട്ടോസും മറ്റുമൊക്കെ എടുക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഫോട്ടോ എടുക്കുന്ന ക്യാമറയുടെ മുന്നിലൂടെ ഹോഞ്ചു ഓടിപ്പോയിട്ടുണ്ടായിരുന്നത് കാണിക്കുന്നു. അതായത് ഇതില് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹോഞ്ചുവിന്റെ ഫോട്ടോ ആയിരുന്നു ഒരു തവണ ഹോയിങ് നോട്ടീസ് ബോർഡിൽ നിന്നും എടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു സീൻ കൂടി കാണിക്കുകയാണ്. അതായത് അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സീൻ. നമ്മൾ യഥാർത്ഥത്തിൽ ഇവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബസ്സിൽ വെച്ചൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടിയ സമയത്ത് നമ്മുടെ ഹോയിങ്ങിന്റെ കാലിന് പരുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഹോയിങ്ങോ ഹോഞ്ചും കൂടി രണ്ട് വശത്തോടെ നടന്നൊക്കെ വരുന്ന സമയത്ത് ഹോഞ്ചുവിന് ഒരു സൈക്കിളൊക്കെ ഇടിക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഹോയിങ് ആയിരുന്നു അവളെ രക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ സൈക്കിളിന്റെ ടയറൊക്കെ ഹുയങ്ങിന്റെ കാലിന്റെ മുകളിലൂടെയാണ് കേറിപ്പോയത്. അങ്ങനെ അവന് കാലിന് ചെറിയൊരു പരുക്കൊക്കെ പറ്റി. അതേസമയം അവർ രണ്ടുപേരും പരസ്പരം മുഖത്തേക്കൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവർക്ക് അറിയുവാനും കഴിഞ്ഞില്ല. അടുത്തതായിട്ട് നമ്മൾ ആദ്യം മുതലേ വിചാരിച്ചിരുന്ന അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സീൻ കൂടി കാണിക്കുകയാണ്. ഇപ്പോഴാകട്ടെ നമ്മുടെ ഹോയിങ്ങിന്റെ കാലില് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട്. മാത്രല്ല അവൻ അവിടെ ഇരിക്കുകയും അതുപോലെ തന്നെ പുറകിലുണ്ടായിരുന്ന സീറ്റിലെ ഹോഞ്ച് ഉറങ്ങുന്നതായിട്ട് കാണിക്കുന്നു. ഇതിനുശേഷമായിരുന്നു യഥാർത്ഥത്തിൽ അവർ കണ്ടുമുട്ടി കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു സീനിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം ഹോയിങ് വിസയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് വിസ എന്നൊക്കെ ആയിരുന്നു അവളും തിരിച്ചു മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിസ ഇല്ലെങ്കിൽ നിനക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വരുമെന്നൊക്കെ അവൻ പറഞ്ഞ് അങ്ങനെ അവർ നടന്നു പോകുന്ന സീനോട് കൂടിയാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത്. ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ഡ്രാമയുമായിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.